നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് ഇതേ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ദൂരെയായിട്ടതാ വേറൊരു വണ്ടി നമ്മുടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. നമ്മൾ ലോഡുമായിട്ട് നേരെ ചക്കിട്ടപ്പാറ ഭാഗത്തോട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുക്കം ടൗണിലെത്തി. നമ്മുടെ കാഞ്ചനമാലയുടെയും അതുപോലെ തന്നെ മൊയ്തീൻ്റെയും നാടായ മുക്കത്ത് കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ കാലാവസ്ഥയുടെ സ്ഥിതികൾ. മൊത്തം മൂടിക്കെട്ടിയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഞങ്ങളെന്തായാലും ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. മൊത്തം മഴയൊക്കെ പെയ്ത് റോഡൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ അനീഷ് അണ്ണൻ ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയി സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ മലയോര ഹൈവേയുടെ സൈറ്റാണ് കേട്ടോ. ഇനി ഇവിടെ സാധനം തട്ടണം. അപ്പം നമ്മളിത് ഇവിടെ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ദൂരെയായിട്ട് നമ്മുടെ ഒരു അജാക്സ് വരുന്നുണ്ട് കേട്ടോ. കോൺക്രീറ്റ് കുഴക്കുന്ന ഒരു മെഷീനാണ്. കോൺക്രീറ്റ് മൊത്തത്തിൽ കുഴച്ച് സൈറ്റിൽ കൊണ്ട് തട്ടുന്നൊരു മെഷീൻ. ഇതൊക്കെ മലയോര ഹൈവേയുടെ വർക്കാണ് കേട്ടോ. നമ്മളങ്ങനെ ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ മൊത്തത്തിലൊരു മൂടിക്കെട്ടിയതായത് കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡും അതേപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ സെറ്റാവുന്നില്ല. പക്ഷെങ്കിൽ പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമായതുകൊണ്ട് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പോകുന്ന വഴിയൊക്കെ ഫുള്ളായിട്ട് റബ്ബർ തോട്ടങ്ങളൊക്കെയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഇടിവെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്രമായ മഴയാണ് കേട്ടോ ഇവിടെ. ഇപ്പൊ ഞങ്ങളെന്തായാലും ക്രഷറിലെത്തിയില്ല. ഓരോ ഇടവഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം അങ്ങനെ കോരി ചെരിയാണ് കേട്ടോ. കണ്ടോ, ഒരു എന്താ പറയാ, ഒരു പൈപ്പിൽ അങ്ങനെ എടുത്ത് ഒഴിക്കും പോലെയാണ് ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി മഴയാണ്. അപ്പൊ നമ്മള് ക്രഷറിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നല്ല ഇടിവെട്ട് മഴ നിൽക്കാതെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇങ്ങനെ മഴ പെയ്യുന്നതാണെങ്കിൽ ഇവിടെ മൊത്തം വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഫ്രണ്ടിലായിട്ട് വേറൊരു വണ്ടി ക്രഷറിലോട്ട് പോകുന്നുണ്ട്. ഓരോ വണ്ടി ഇങ്ങനെ ലോഡ് തട്ടി പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എടുക്കണം. നമുക്കും ഇനി അടുത്ത ലോഡ് എടുക്കണം. എവിടേക്കാ എന്നൊന്നറിയില്ല. ഇനിയിപ്പം നേരെ നമ്മുടെ ക്രഷറിലെത്തിയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ച് സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിനി പോകാൻ പറ്റുള്ളൂ. കാരണം സമയം ഏതാണ്ട് സ്കൂൾ ടൈമിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ എന്ന് പറഞ്ഞാലും ഒരു രക്ഷയുമില്ല. കണ്ടോ, നല്ല വെള്ളക്കെട്ടാണ് ഇവിടെയൊക്കെ. ഓരോ വണ്ടികളായിട്ട് ലോഡുമായിട്ട് ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ലോഡാക്കാൻ വേണ്ടിയിട്ട് ക്രഷറിന്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ, നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടോ. അതേപോലെ മുകളിൽ നിന്ന് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ലോഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നേരെ ലോഡ് കയറ്റണം. കുറച്ച് ദൂരെയാണ് സൈറ്റ് വരുന്നത്. ദൂരെയല്ല, വേറെ റൂട്ടാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുള്ളൂ. അതേപോലെ നമ്മുടെ അനീഷ് ഏട്ടൻ്റെ ഇവിടെ നിൽപ്പുണ്ടേ. അപ്പോൾ നമ്മുടെ ക്രഷറിൻ്റെ ഭാഗങ്ങൾ കണ്ടോ, നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലൊരു വെള്ളച്ചാട്ടം. ഇത്
നല്ല ശക്തിയായിട്ട് വെള്ളമൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ കണ്ടോ, ഇതും വലിയൊരു വെള്ളച്ചാട്ടമാണ്. നല്ല ഇടിവെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിക്കകത്തോട് ഇതേ ക്രഷറിന്ന് സാധനം ഇങ്ങനെ വാരിക്കോരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 വർക്കേഴ്സ് പോകുന്നുണ്ടോ. ഇനി അവര് പടന്ന് ഉപയോഗിച്ച് മുകളിൽ നല്ല ബോഡി അളവിൽ എത്രയാണോ നമുക്ക് സാധനം വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിൽ അവർ പടന്ന കൊണ്ട് ലെവലാക്കി വെക്കും. ഇവിടെ നിന്നെല്ലാം കൃത്യമായിട്ട് കേട്ടോ, കൃത്യമായിട്ടാണ് സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ കണ്ടോ, മുകളിൽ അധികമുള്ള സാധനമൊക്കെ പടന്ന ഉപയോഗിച്ച് മാറ്റി മൊത്തം ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ മറ്റൊരു വണ്ടിക്കകത്തോട്ട് നമ്മുടെ ലോഡാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൂരെയായിട്ട് കേട്ടോ നല്ല അടിപൊളി മലകളൊക്കെ കാണാം. അതേപോലെ നമ്മുടെ വെള്ളച്ചാട്ടം നോക്കി. അപ്പം നമ്മുടെ വണ്ടി ലോഡാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ക്രഷറിൻ്റെ അടുത്തുള്ള വെള്ളച്ചാട്ടം നോക്കി, അടിപൊളി ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. കണ്ടോ, അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ ഇതുവഴി ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ക്രഷർ ഒരു മലയുടെ മുകളിലാണ് വരുന്നത്. ചുറ്റോട് ചുറ്റും മലനിരകളാണ് കേട്ടോ. അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ക്രഷറിൽ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. 1ഉം 2ഉം ഒന്നല്ല, നല്ല അടിപൊളിയാണ്. ഒന്ന് നമ്മുടെ തൊട്ട് വിറകലായിട്ടുള്ളത് ഈ വെള്ളച്ചാട്ടം. ഇതേ കണ്ടോ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതേപോലെ തന്നെ ദൂരെ അത് അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ. മൊത്തം വെള്ളച്ചാട്ടം തന്നെയാണ്. അപ്പൊ ഇതാണ് കേട്ടോ മുകളിലത്തെ വെള്ളച്ചാട്ടം. അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടം തന്നെയാണ്. നമ്മൾ ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു വലുപ്പം നമുക്ക് മനസ്സിലാവാത്തത്. കണ്ടോ, ഇത്രയും ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കൂൾ ടൈമെല്ലാം കഴിഞ്ഞു. നമ്മൾ അടുത്ത ലോഡുമായിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട്. കോടഞ്ചേരി ഭാഗത്താണ് കേട്ടോ നമ്മുടെ അടുത്ത ലോഡ് കെട്ടേണ്ടത്. നമ്മൾ ആ സൈഡിൽ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് നേരെ വെച്ച് പിടിക്കുകയാണത്. കണ്ടോ, ഇതാണിപ്പോ റോഡിന്റെ അവസ്ഥ. റോഡിന്റെ മാത്രമല്ല കാലാവസ്ഥയും. ഇത് ആകാശം എല്ലാം കണ്ടോ, നേരത്തേക്ക് നല്ല മഴയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മൂടിക്കെട്ടിയ നിലയിൽ തന്നെയാണുള്ളത്. അപ്പൊ നമ്മള് തിരുവമ്പാടിയൊക്കെ കഴിഞ്ഞത് നമ്മുടെ മലയോര ഹൈവേയിലൂടെയുള്ള പോക്കാണ്. ഇതൊക്കെ മലയോര ഹൈവേയിൽപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. അതേപോലെ സൈഡിലൂടെ ഒരു പുഴയൊക്കെ പോകുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇന്റർലോക്കിന്റെ വർക്ക് നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്. സൈഡിലൊക്കെ നല്ല റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. സുഹൃത്തുക്കള്, നമ്മള് കോടഞ്ചേരി എത്തിയിട്ടുണ്ട്. ടൗണിലായിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്ത റോഡാണേ. ഹാൻഡ് റെയിലിന് മുകളിൽ കണ്ടോ നല്ല ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടേക്ക് ഇപ്പൊ മഴ പെയ്ത് ചോർന്നതേ ഉള്ളൂ. റോഡൊക്കെ കണ്ടോ വെട്ടി തിളങ്ങാണ്. ഇപ്പോ നമ്മുടെ മറ്റൊരു സൈറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതേ സൈറ്റിന്റെ ഒരു അവസ്ഥ കണ്ടോ, മൊത്തം കെട്ടാണ് കണ്ടോ, കരിങ്കൽ കെട്ടാണ് മൊത്തത്തിൽ. മൊത്തം മലയോര പ്രദേശമാണ്. സൈഡിലൊക്കെ മൊത്തം പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള റോഡ് തന്നെയാണിത്. അപ്പൊ അതിന്റെ വർക്ക് നമ്മുടെ കമ്പനി ഇപ്പൊ ഇതാ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൈവേയുടെ വർക്ക് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സൈറ്റുകൾ നമുക്ക് നമ്മുടെ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നോക്കി നല്ല അടിപൊളി ഒരു മലയൊക്കെ കാണാം. കണ്ടോ, നല്ലൊരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കെട്ടിന്റെ പരിപാടിയുണ്ട്. കരിങ്കൽ കെട്ടുകളാണ് മൊത്തത്തില്. അപ്പൊ നമ്മുടെ വണ്ടി വലിഞ്ഞ് കാര്യമാണ്. കാരണം അതിയായ കയറ്റമാണ്. കണ്ടോ,
ഇങ്ങനത്തെ ഓരോരോ ടാസ്ക് വർക്കുകൾ നമ്മുടെ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. താഴെയൊക്കെ മൊത്തം റബ്ബർ തോട്ടങ്ങളാണ് കണ്ടോ, അടിപൊളി. അപ്പോൾ ഒരു സമയം ഒരു വണ്ടിക്ക് മാത്രമേ ഇതുവഴി പോകാൻ പറ്റുള്ളൂ. നമ്മൾ വരുന്നത് കണ്ട് ദൂരെയായിട്ടൊരു കാറൊക്കെ സൈഡിലോട്ട് മാറ്റി പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ലോഡ് വലിച്ച് കയറിപ്പോകുന്ന വണ്ടിയാണ്. അതേ ഇവിടെയൊക്കെ മൊത്തം കരിങ്കൽ കെട്ടാണേ. അപ്പൊ ഞങ്ങളങ്ങനെ അതേ മലയും കാടൊക്കെ താണ്ടി മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ, എന്താ രസം. താഴെയൊക്കെ ഇതേ മൊത്തം പാറയും അതുപോലെ തന്നെ വലിയ മലനിരകളൊക്കെ മുന്നിലായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ JCB മിറ്റാച്ചൊക്കെ ഉണ്ട്. അധികവും ഇവിടെ കരിങ്കലിന്റെ കെട്ടാണ് മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഇവിടെ എല്ലാം കരിങ്കലിന്റെ കെട്ട് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. എന്നാലേ നമ്മുടെ റോഡിന് വീതി കൂട്ടി വർക്ക് നടത്താൻ പറ്റുള്ളൂ. ഇതേ നമ്മുടെ ഒരു ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മലയോര ഹൈവേയുടെ ഭാഗമാണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പൊ എന്തായാലും മലയോര ഹൈവേയുടെ ഭാഗം തന്നെ ആയിരിക്കണം, കാരണം നല്ല രീതിയിലുള്ള വീതിയൊക്കെ കൂട്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൊത്തത്തില് മലയോര ഹൈവേയുടെ വർക്ക് കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ സഞ്ചരിക്കാൻ അതായത് പ്രത്യേക ഒരു വൈബായിരിക്കും. കാരണം നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ നോക്കിയേ കണ്ടോ, നല്ല അടിപൊളിയാണ്. പക്ഷെങ്കിൽ ലൈറ്റിന്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ നമുക്ക് വീഡിയോയില് അങ്ങ് കിട്ടുന്നില്ല. കണ്ടോ, ഇവിടെയൊക്കെ അടിപൊളി ഒരു സ്ഥലമാണ്, കിഡു വൈബ്. അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ കെട്ടിന്റെ പണിയാണ് ഇപ്പൊ കാര്യമായിട്ട്. മൊത്തത്തിൽ ഈ സൈറ്റ് ഇപ്പം കെട്ടി പൊക്കി കൊണ്ടുവരാണ്. ഇവിടെ എല്ലാം കണ്ടോ ഒരുപാട് വർക്കുണ്ടേ, കാടൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി മഴയായത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇട്ടത്, ഇല്ലെങ്കിൽ മൊത്തം ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കും. നമ്മളെന്തായാലും ഒരു ചെറിയ ചുരമൊക്കെ ഇറങ്ങി ഫുൾ യൂട്ടേണൊക്കെ അടിച്ചാണ് പോകുന്നത്. ഓക്കെ കണ്ടോ, ഇപ്പൊ വർക്കേഴ്സ് ഒന്നും ഇല്ല, എല്ലാവരും ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞു റൂമിലേക്ക് പോയി കാണും. ഇവിടെയൊക്കെ കൾവേർട്ടിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല വൈബ് സ്ഥലം തന്നെയാണ്. താഴോട്ടൊക്കെ ഒരുപാട് മറ്റേ കൊക്കോ കൃഷിയൊക്കെ കാണാം. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോയുടെ കൃഷിയാണ് താഴെയൊക്കെ. അതേപോലെ തന്നെ ജാതി കൃഷിയും കൂടിയുണ്ട്. ഈ ചെറിയ റോഡാണ് കേട്ടോ, നല്ല വീതിയിലായിട്ട് വരുന്നത്, വലിയൊരു റോഡായി വരും. അപ്പൊ നമ്മൾ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതേ കുറച്ചായി ലോഡ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം മുകളിൽ ലൈനുണ്ട്, ലൈന് തട്ടിപ്പോകും. അപ്പൊ കുറച്ചായിട്ട് 2-3 കുത്തി റെഡിയാക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനത്തെ ലോഡാണിത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോകണം കേട്ടോ. നമ്മുടെ വണ്ടി ഇത് ലോഡൊക്കെ തട്ടി ഇവിടുന്ന് വളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ നോക്കിയേ, ആഹാ എന്ത് മനോഹരമായ കാഴ്ചയാണ്. അപ്പൊ നമ്മുടെ മലയോര ഹൈവേ ഒക്കെ നമ്മുടെ മലയോര ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാ കേട്ടോ. അപ്പൊ ഞാനും അനീഷേട്ടൻ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ റോഡിലോട്ട് പോവാണ്.